പ്രശ്നം ഇത് തീർക്കാൻ വന്നു. ഓക്കെ, വൺസ് ആൻഡ് ഫോർ ഓൾ. ഇതിപ്പോ എത്ര ദിവസമായി? 3-ാമത്തെ ദിവസമല്ലേ ഇത്? 3 ദിവസമായിട്ട് നമ്മൾ ഇവന്റെ പേര് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാം. എന്തിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞുതരാം. നീ എന്തായാലും ഈ ഷാജാൻ എന്താ സംഭവം? ഷാജാന് ഇവിടെ തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ എടപ്പള്ളിയോ അങ്ങനെ എവിടെയോ റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായി? നാളെ ഇനോഗ്രേഷന് നമ്മൾ പോകുന്ന ഇനോഗ്രേഷന്റെ സ്ഥലത്തേക്ക് വരാനാണ് പ്ലാന്. അടൂര് ഇനോഗ്രേഷന്റെ വരാനാണ് പ്ലാൻ. ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഇവിടെ എടപ്പള്ളിയിൽ റൂം എടുത്ത് നിൽക്കുന്നുണ്ട്. ആടുന്ന് ഇവിടത്തേക്ക് വരാൻ 10 മിനിറ്റ് വേണ്ട. ഓക്കെ, 10 മിനിറ്റ് വേണ്ട. ഞാൻ പറയുന്നത് ആളില്ലാത്ത നേരത്ത് ഇവിടെ വന്നിട്ട് നീലക്കുയിലിനെയും കൊണ്ടുവന്നിട്ട് പാവാടൻ്റെ ഉള്ളിൽ സൂം ചെയ്യുന്ന ടീമിനെയും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോയ ടീമാണ്. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് എന്താ ഷാജാനോട് പറഞ്ഞായിരുന്നു, ലൈവിൽ സംസാരിക്കാം, ലൈവിൽ കാണാം. ഞാൻ എൻ്റെ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂവും ഞാൻ പുറത്ത് വെറുതെ നീലക്കുയിലിന് ആടി കഴിയുമ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ലൈവിൽ തീർക്കണം. എനിക്ക് കണ്ടന്റ് വേണം. മനസ്സിലാവും? ഇവനെ ഞാൻ തല്ലുന്നുണ്ടെങ്കിൽ അത് ലൈവിലായിരിക്കണം. മനസ്സിലാവും? ഞാൻ തല്ലൂല, അത് വേറെ കാര്യം. ഞാൻ ചെയ്യിപ്പിച്ചോളാം, അത് വേറെ കാര്യം. പിന്നെ വേറെ ഗസ്റ്റ് ഉണ്ട് നമ്മളെ ഷാജാൻ ഇന്ന് രാവിലെ മൊത്തം വന്നിട്ട് പുറത്ത് നായി ഇരിക്കുന്ന പോലെ പുറകിൽ നോക്കുമ്പോൾ ഒരു 6 മിനിറ്റാണ് ഇവനോട് ഉണ്ടായത്. മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കയറുന്നതാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, മൊത്തം വണ്ടി വരുന്നതും പോകുന്നതനുസരിച്ച് അടക്കം 6 മിനിറ്റാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ ഞാൻ ഫ്ലാറ്റിൽ കടന്ന് ഉറങ്ങുന്നത്. റാംബോ മുനും ജിമ്മില്, ഷമീർ കടന്ന് ഉറങ്ങുന്നത്. പിന്നെ ബാക്കി എണീച്ചിട്ടുണ്ടായത് ആരാ? ജാസിയും അഖിലും ആദിലും വന്ന് ഇവിടെ ചെറിയ 18 വയസ്സാത്ത പിള്ളേരുണ്ട്. ഇവിടെ വന്നിട്ട് ഓൻ വീഡിയോ എടുത്തിട്ട് പോയിന്. ആളില്ലാത്ത നേരത്ത് നമ്മള് ഇവിടെ ഉടമസ്ഥന്മാരില്ലാത്ത നേരത്ത് ഇവിടെ മറ്റേ ഉണ്ടാക്കാൻ വന്നിട്ട്. അല്ല, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയം? 5 മിനിറ്റ് ആയി. ലൈവ് നീ കണ്ടോണ്ടിരിക്കല്ലേ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇന്ന് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യം, അത്രയും സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. പോലീസ് അടക്കം. ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ സംഭവം നടന്നതിന് ശേഷം, ഈ വീഡിയോ ഇട്ടതിന് ശേഷം കൊച്ചിയിൽ എനിക്ക് വരാത്ത കോളുകളില്ല. മനസ്സിലായി? കൊച്ചിയിലെ ഈ വീട്ടിലേക്ക് ഇന്ന് കാല് കുത്താത്ത ആൾക്കാരില്ല. കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഏതെല്ലാം വണ്ടികൾ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ പോലീസ് വന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അത്രയും ആൾക്കാർ, ഇവിടെ ഗുണ്ടകളും ഇതുമെല്ലാം ഇവിടെ വന്ന് കയറി നിരങ്ങിയിട്ട് ആൾക്കാർ ആരോ വിളിച്ചിട്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വന്നു. ഇവിടെ എന്താ കലാപം നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള അവർക്ക് ആ ഒരു സാധനം കിട്ടിയിട്ട് ഇവർ പോലീസ് വന്ന്. ഞാൻ ഒരു സാറെ നമ്മൾ ഇതാക്കാനൊന്നും നിന്നിട്ടില്ല. ഭവനവേദനവും പിന്നെ വധഭീഷണിയായിട്ട് ടീം വരുവാണെങ്കിൽ നമ്മൾ സെൽഫ് ഡിഫൻസ് അടിക്കും. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോലീസുകാർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് വെല്ലുവിളിച്ച് പ്രൊവോക്ക് ചെയ്തിട്ട് ഇതാക്കിയ നമ്മളെ പേരിലും കൂടി കേസാവും. ഓക്കെ, അപ്പം നമ്മളായിട്ട് വാടാ പന്നി ഇതാക്കടാന്നുള്ള പറയുന്നില്ല. കാണുന്നുണ്ടല്ലോ, നീ ലൈവ് കാണുന്നുണ്ടല്ലോ ഷാജാനെ. ഇവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഇന്ന് മോനെ ഞാൻ വേണമെങ്കിൽ CCTV കാണിച്ചത്. ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഇവിടെ കൊച്ചിയിൽ അനക്കില്ലാത്ത ഇതില്ല. ഞാൻ കാര്യം ഇവർക്ക് എന്നാ മനസ്സിലാവും. അല്ല, പോലീസ് ഇവിടെ എന്താ അന്വേഷിക്കാൻ വന്ന കാരണം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അല്ല വേറൊരു സീനുണ്ട്. ഇവരെ ഒന്നും ഒരു മിനിറ്റ് ഞാൻ ആദ്യം ഇവര് വന്ന സീൻ കാണിച്ചാ നിക്ക്. ഇവര് 5 മിനിറ്റ് വന്നിട്ട് അതും രാവിലെ 6:30 വന്നിട്ട് എല്ലാരും ഉറങ്ങുന്ന പറ്റും. ഷമീർ ഉറങ്ങുന്ന, ഇവര് ജിമ്മിന് പോകുന്ന, ഞാൻ ഇല്ലാത്ത നേരത്തെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയി. അതായത് വണ്ടി തിരിച്ചു വെച്ചിന്. ഇവരെന്താ ചെയ്താരോ? വണ്ടി തിരിച്ചു വെച്ച്, അഥവാ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പൊ തന്നെ ഓടാൻ വേണ്ടി വണ്ടി തിരിച്ചു വെച്ചിന്. ഓക്കെ, അതാണ് അവസ്ഥ. നിക്ക്, ഞാൻ കാണിച്ചുതരാം. കറക്റ്റ് ഇവിടെ വന്നിട്ട് ഗേറ്റിന്റെ പുറത്ത് നിന്ന് നായി വരക്കുന്നല്ല. ശരിക്കും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് തിന്നിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. കാര്യം അതുകൊണ്ടായിരുന്നു അതിനെയും എത്ര മണി കറക്റ്റ് അവർ എത്ര മണിക്ക് വന്നേ? 7:30 ഈ ലോകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ കറക്റ്റ് 10:30 മണിയാകുമ്പോ ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വരുമ്പേക്ക് ഇവിടെ ഒരു വീഡിയോ അവിടെ അവർ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വീടിന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, കൊറേ 1 മൈൽ അപ്പുറം.
ഓക്കെ ഗൈസ്, പുറത്ത് ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട് കുണച്ചിട്ട് പോയി, ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട് കുണച്ചിട്ട് പോയി, മനസ്സിലാവും. ഇവിടെ മറ്റേ പാസിംഗ് പാച്ച് ഉണ്ടായിരുന്നു, ഓനോടെ ഗസ്റ്റ് ആയിട്ട് വന്നത്, ഇവിടെ നിൽക്കാൻ വന്നത്, ഓനോട് എന്തോ കുണച്ചിട്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുശലം പറഞ്ഞിട്ട് ഇവര് പോയി. എന്നാ പിന്നെ അവിടെ നിൽക്കുക, എന്നാ പിന്നെ വെയിറ്റ് ചെയ്യുക, എന്നാ പിന്നെ വെയിറ്റ് ചെയ്യുക. ഈ 5 മിനിറ്റ് ഇവർ ഇവിടെ നിന്നിട്ട് ഇവര് പോയി, പിന്നെ ഇവരില്ല. വീഡിയോ എടുത്ത് കണ്ടന്റ് ആയതോടുകൂടി ഇവര് പോയി. പിന്നെ ഇവിടെ നടന്നെന്ന് വെച്ചാൽ ഇവിടെ വരാത്ത വണ്ടികളില്ല. ഇവിടെ വന്ന വണ്ടികൾ, ചില വണ്ടികൾ കാണിക്കാ, പോലീസ് വന്നിരുന്ന കണ്ടോ, പോലീസ് വന്നോ കാണുന്നുണ്ടോ, ചാറ്റ് സ്ക്രീൻ കാണുന്നുണ്ടോ, പോലീസ് വന്നോ. പിന്നെ അതിന് മുന്നേ ഇവിടെ വന്ന വണ്ടികൾ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നത്. ഇവിടെ വന്ന ടീംസ് എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് കാണിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഞാൻ കാണിക്കാം. സെബിച്ചനെല്ലാം കടിച്ച് കീറാൻ നിൽക്കുന്ന കാര്യം പറയാല. ഇത് കുറെ അനീഷേട്ടന്റെ ടീം, കാങ്ങലത്തെ ടീം, വെടിമറ ടീം, പറവൂർ ടീം, ഏത് ഈ കൊച്ചിയിലുള്ള എല്ലാ ടീമുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടീമും ഒന്നും അറിയില്ല, ഏകദേശം അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് മനസ്സിലാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷാജാനിന് ജീവിതത്തില് ഈന്റെ പടി കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നില്ല ഷാജാൻ. ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഞാൻ ഈ ലൈവിന്റെ ടൈമാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ലൈവിന്റെ ടൈമാണ് ഇവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, മനസ്സിലാവും. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും ഇവർ പുറത്ത് മോണിറ്റർ ചെയ്ത് നിന്ന് എല്ലാവരും പോകുന്ന ജിമ്മിനും അതിനും പോകുന്ന സമയം വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പോകുന്നത് പറഞ്ഞാൽ അത് ശരിയല്ല. ഈ സമയത്ത് നമ്മൾ ലൈവ് ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉള്ള ടൈം, മനസ്സിലാവും. ആണുങ്ങളുള്ള ടൈം വന്നിട്ട് മുട്ട് അല്ലാണ്ട് അല്ല. ഞാൻ ഒരിക്കലും ഇവിടെ വെല്ലുവിളിക്കുന്നത് എന്നോട് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകം പറഞ്ഞത്, വെല്ലുവിളിച്ച് വരുത്തിയിട്ട് നമ്മൾ അവരെ തല്ലിയാൽ നമ്മൾ അവരിൽ കേസാവും. അല്ലാണ്ട് അവർ ഇങ്ങോട്ട് വന്ന് ഭവനവേദന നടത്തിയാൽ എനിവേസ് 50K വാച്ചിങ്, ലെറ്റ്സ് ഗോ. എടാ സ്ക്രിപ്റ്റ് ഒന്നല്ല, ഞാൻ ഒരു കാര്യം ഇത് സ്ക്രിപ്റ്റ് ഒന്നല്ല. കുറച്ച് PR ടീമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടല്ലേ പുറത്തുനിന്ന്, പാൽക്കുപ്പി ഇട്ടോണ്ടിരിക്കണം കുറച്ച് PR. അത് നോക്കണ്ട. അത് ഇവര് കറക്റ്റ് ആണ്, അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ നീലക്കോയിലും ഇവരെ കറക്റ്റ് മീഡിയ ടീം വെച്ചിട്ട് ഇവര് സംഭവം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല തന്നെ. പക്ഷെ നേരിട്ട് അതിനുള്ളത് ആയിട്ടില്ല. എന്താ കണ്ട, വണ്ടി നേരെ വരുന്നു, റിവേഴ്സ് എടുക്കുന്നു, ഇടുന്നു, ഓടാൻ എളുപ്പത്തിന് വണ്ടി തിരിച്ചിടുന്നു. ഉടനെ നീലക്കൂതി ഇറങ്ങുന്നു, കുറച്ച് വീഡിയോ എടുക്കുന്നു. ഇവ പെട്ടെന്ന് ഇവിടെ മൊത്തം ഒരു 6 മിനിറ്റ് മോനെ ജിമ്മിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവന്മാർ ആരും ഇവിടെ ഇല്ല. പയ്യന്മാര് വിളിച്ച് ജിമ്മിന്ന് എത്തിയപ്പോ ഇവന്മാർ ആരും ഇല്ല. അല്ല, ഇവന്മാരെ പേടിച്ച് വീട്ടിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ആർക്കും ഇല്ല. എന്റെ തൊപ്പിനെ തൊട്ടാ ഞാൻ ഇറങ്ങുന്ന കാര്യം ഈ ഏറ്റവും മെയിൻ എന്റെ പേടി എന്താ അറിയോ, ഇവന്മാരെന്ന് പറഞ്ഞാൽ കളവന്മാരെ 2 വന്നിട്ടുള്ളത്, മനസ്സിലാവും. ഒരു 10 മീഡിയക്കാരും അതൊന്നും ക്യാമറയിലല്ലേ, മീഡിയക്കാർ തല കാണിക്കില്ല. ഒരു 10 മീഡിയ, അതായത് ഒരു 10 മീഡിയക്കാരോ ഇവർ 2 കളവന്മാരോ വന്നത്, മനസ്സിലാ. ഈ 2 കളവന്മാരെന്ന് പറഞ്ഞാൽ ഒരു അടിക്ക് ചിലപ്പോൾ കാഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഇവിടെയുള്ള നമുക്ക് സപ്പോർട്ട് വരുന്ന ഏതെങ്കിലും ടീം ഒന്നും വേണ്ട, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആരെങ്കിലും നമ്മളെ സപ്പോർട്ടിങ് ചെയ്യുന്ന ആരെങ്കിലും വന്നിട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവനായിട്ട് കാഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മളെ തലയിലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കാര്യം പറയല. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ഞാനിത് തെറി വിളിക്കാൻ നമുക്ക് ഉണ്ട്, ഞാൻ തെറി വിളിക്കുന്നില്ല. ഇവന്മാര് ഈ പെണ്ണുങ്ങളെ സ്വഭാവം, ഈ പെണ്ണും കെട്ട പരിപാടി അവർ ചെയ്തത്. ഇവന്മാര് പുറത്തെവിടെ ഉണ്ടായിരുന്നോ, നമ്മൾ ജിമ്മിൽ പോണത് കണ്ടിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ മുന്നു ജിമ്മിൽ പോയി 5 മിനിറ്റ് കഴിയുമ്പോ കോള് പറഞ്ഞു ഇവന്മാര് പുറത്തു വന്നു, അവിടെ തിരിച്ച് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഡോഗിനെ കാണിക്കും. എന്ത് ഷാജാൻ വരുവാണെങ്കിൽ ഷാജാന് കൂട്ടിന് വേണ്ടി വെച്ചതാ. കാരണം ഷാജാൻ കൊറേ കുരച്ച് പുറത്തുനിന്ന് ബിസ്ക്കറ്റും കിട്ടാണ്ട് പോയി. ഇവൻ നന്നായിട്ട് കടിക്കും. നല്ല കടിയുള്ള സാധനം ഷാജാനെ പോലെ വെറുതെ കിടന്ന് കുരയ്ക്കൂല. ആളില്ലാത്ത സമയത്ത് പേടിപ്പെടുത്തലുമില്ല, മനസ്സിലായ? കടിക്കേണ്ട സ്ഥലത്ത് തന്നെ കടിക്കും വേണം. 53K വാച്ചിങ് വന്നിട്ടുണ്ട്. ഞാൻ കാര്യം പറയില്ല, ഈ വാച്ചിങ്ങിൽ ഇവന്മാർക്ക് ഇട്ട് റീച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കാര്യം പറയാല. ഇതെന്ന് വെച്ചാൽ ഇനി വരുവാണെങ്കിൽ ആദ്യം എന്താ ചെയ്യാറുണ്ട്, ആദ്യം ചെയ്യാന്ന് വെച്ചാൽ പിള്ളേരെ അയച്ചിട്ട് ഈ ബാക്കിലുള്ള മീഡിയക്കാർ 10 ഉണ്ടെങ്കിൽ 10 ക്യാമറ അങ്ങ് തട്ടിപ്പറിച്ച് മാറ്റി വെക്കാം. അതിന് നമ്മളെ ക്യാമറ ഓണാക്കണം, അല്ല? അതായത് ഇവന്മാർക്ക് നമ്മൾ എന്തിനു കണ്ടന്റ് കൊടുക്കണം,
എനിക്ക് വന്നാൽ തന്നെ അല്ലല്ല ഇവർ ക്യാമറ ഓണാക്കിയിട്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കേ ഞാൻ ഒരിക്കലും ഇവർക്ക് തല കൊടുക്കൂല. ഞാൻ അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ മാസ്ക് പേര് ഇറങ്ങും. കാരണം വെച്ചാൽ ഞാൻ എന്തിനു ഇവര് എന്റെ പേരും പറഞ്ഞിട്ട് ഇടുന്ന ഓരോ വീഡിയോ ഒരു 12 വീഡിയോ നീലക്കോയിലിട്ട് 12 1 മില്യൺ 2 മില്യണാ. ഇതെന്തിന് ഞാൻ എന്തിനു ഇവർക്ക് ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കണം? ഞാൻ പൈസ ഉണ്ടാക്കട്ടെ ഇങ്ങോട്ടല്ല. ഇത് എന്റെ ക്യാമറയിൽ ഇവരെ കിട്ടട്ടെ, അല്ലാണ്ട് ഇവരെന്തിന് ഇവർക്കെന്തിന് ഞാൻ കൊടുക്കുന്നത്? നീലക്കോയില് സൂം ചെയ്തിട്ടാണ് അവന് ബുദ്ധിയുണ്ട്. അവനറിയാം ഇവിടെ കയറി കഴിഞ്ഞാൽ അവന്റെ ഫോൺ അന്ന് പിടിച്ചു വാങ്ങിച്ചുള്ളെങ്കിൽ ഇന്ന് അടിച്ചു പൊട്ടിക്കുമെന്ന് അവനറിയാം. അതും ആളില്ല. എനിവേസ് കോൾ ഷാജാന്ന് പറഞ്ഞാ മുത്ത പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ വെല്ലുവിളിച്ച് അവരിങ്ങോട്ട് വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തല്ലിയാലും അവരിങ്ങോട്ട് ഇടങ്ങാറാക്കിയാലും മൊത്തത്തിൽ കേസ് നമ്മളെ തലയിൽ വരും. ഓക്കെ, വീട് നമ്മൾ തുറന്നു വെച്ചിട്ട് ഡോർ ഓപ്പൺ ഇത് കണ്ടോ? അല്ലല്ല ചാറ്റ് സ്ക്രീൻ കാണുന്നുണ്ടോ? ഇത് ഡോർ ഓപ്പൺ ആക്കിയിട്ടുള്ളത് കണ്ടോ? ഡോർ ഓപ്പൺ. അല്ലാണ്ട് നമ്മള് വിളിച്ച് വരുത്തിയിട്ട് തല്ലിക്കഴിഞ്ഞാല് കേസ് ഇതിലാവും. മനസ്സിലായി? എന്ന് വെച്ചാൽ അവരെ പോലെയല്ല, നമുക്ക് നഷ്ടപ്പെടാൻ കുറേ ഉണ്ട്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 2 ലോണും എടുത്ത് 2 എന്തോ വണ്ടി ഇതും എടുത്ത് നടക്കുന്ന ടീമാണ്. ഇവർക്കൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒരു പട്ടിക്ക് അമ്മമാരെ അറിയുകയും ചെയ്യില്ല. മനസ്സിലായി? നമ്മളങ്ങനെയല്ല, നമുക്കൊരു ഫ്യൂച്ചറിലാണ്. മനസ്സിലായി? നമുക്ക് കുറേ കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടാണ്, കുറേ പരിപാടിയുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് ഒരു പരിപാടിക്ക് പോകണ്ടെന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവും? നേരിട്ട് ഒരു ഇതിനും തല പോലും കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ഫുള്ളർ ഇറക്കി കാര്യങ്ങൾ തീർക്കുക എന്നുള്ള ഇതാണ് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലാവും? അതിൻ്റെ ആവശ്യമില്ല. ഇവന്മാരെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇതാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം? എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഇത് എത്ര സമയം വെയിറ്റ് ചെയ്യണം? വരേണ്ട സമയമായി. അല്ലല്ല വാന്ന് ഒരിക്കലും പറയരുത്. കാരണം കേസ് വന്നു കഴിഞ്ഞാൽ ഇവര് ഇങ്ങോട്ട് ഇവര് 5 കിലോമീറ്റർ അപ്പുറമുണ്ട്. ഇവര് വരണമെങ്കിൽ ഞാൻ ഇതാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ ഞാൻ ലൈവ് പോയെന്ന് മറ്റും മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 17 മിനിറ്റായി ലൈവ് തുടങ്ങിയിട്ട്. ഓക്കെ, ആടുന്ന ഇടത്തേക്ക് വരാൻ 10 മിനിറ്റ് പോലും വേണ്ട. ഓക്കെ, ആടുന്ന ഇടത്തേക്ക് വരാൻ 10 മിനിറ്റ് പോലും വേണ്ട. ചിലപ്പോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻ ക്രൗഡ് നടക്കുന്നത് നമ്മൾ തല്ലൂല എന്നുള്ള ഒരു സംഭവം അവർക്കുണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും. അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലെ അവിടെ വേറെ ആൾക്കാരെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളവിടെ വരും. അല്ലല്ല മിക്കവാറും ആടെ ഇനോഗ്രേഷൻ വെച്ചാൽ അടുത്ത റീച്ച് ഉമ്മാനായിരിക്കും പരിപാടി. കാരണം നീലക്കോയിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ പിടിക്കണം. ഇവര് പറഞ്ഞാൽ അടുത്ത ബിസിനസ് അതായിരിക്കും. കാരണം ഇവര് ചില്ലറ കൊണ്ട് അവിടെ ജീവിക്കുന്ന ഇവരെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. നമ്മൾ കൊടുക്കുന്ന പിച്ചയിലാണ് ഇവര് ജീവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവരാരും ഇനി വരൂല എന്ന് പറയുന്നത് അമേരിക്കൻ വല്ലു. താങ്ക് യു $2 സൂപ്പർ ചാറ്റ്. വരൂല എന്ന് പറഞ്ഞാൽ അത്ര അല്ലല്ല അങ്ങനെ എന്നോട് പ്രത്യേകം പറഞ്ഞത് വെല്ലുവിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത്. ലീഗൽ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. നാളെ ഇനോഗ്രേഷൻ ഉള്ളതാണ്, മറ്റന്നാൾ ഇനോഗ്രേഷൻ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് അടുത്ത പരിപാടി ഉള്ളത്. മനസ്സിലാവും? അപ്പം നമുക്ക് ഫ്യൂച്ചർ കുറേ കാര്യങ്ങളുള്ളതാണ്. ഓക്കെ, അവരെ ഇത് കേസ് നമുക്ക് തലയിലെടുത്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, എനിവേസ് ഇനോഗ്രേഷന് തീവാറുള്ളൂ. ഇനോഗ്രേഷന് നമുക്ക് നോക്കാം. നാളെ എന്തായാലും വാ ചാറ്റ്. മുത്തേ ഞാൻ ഒരു കാര്യം പറട്ടെ, ഇനോഗ്രേഷൻ നിങ്ങൾ വാ. ചിലപ്പോൾ ആടൊരു തീവാ. ഈ ഷാജാന്റെ പാർട്ട്ണറില്ലേ സ്പൾബർ, ഓനവിടെ ചീഫ് ഗസ്റ്റ് ആണ്. ഓക്കെ, ഷാജാന്റെ പാർട്ട്ണർ അവിടെ ചീഫ് ഗസ്റ്റ്. അപ്പൊ എന്തായാലും ഷാജാനോട് ഉണ്ടാകാൻ ഒരു 90% സാധ്യത ഉണ്ട്. അല്ല, ഒരു സാധ്യത പോസിബിലിറ്റി ഉണ്ട്. ഓൻ ഗസ്റ്റ് അല്ല, ഷാജാൻ ഗസ്റ്റ് അല്ല, പക്ഷെ സ്റ്റിൽ സ്പൾബർ ഓന്റെ ഫ്രണ്ട് ഓന്റെ പാർട്ട്ണർ ഗസ്റ്റ് ആണ്. അപ്പം അതിനവിടെ പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ അവിടെ വാ, നമുക്ക് നോക്കാം. വിളിച്ച് ഊക്കിയോട് ഷാജാൻ കൂതിയ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ പറഞ്ഞവരാണ് ഇങ്ങോട്ട് വാന്ന് ഞാൻ പറഞ്ഞു അറിയാണ്ട്. മനസ്സിലായി? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പ്രത്യേകം സാറന്മാർ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ വെല്ലുവിളി ഇതാക്കിയിട്ട് വെറുതെ ലീഗൽ സാധനങ്ങൾ തലയിലെടുത്ത് വെക്കാൻ കഴിയില്ല. മനസ്സിലാവും? വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ പിന്നെ തല്ലാണ്ട് നിൽക്കണം. അതാണ് പ്രശ്നം. വെല്ലുവിളിക്കാം, ഓക്കെ, വെല്ലുവിളിക്കാം. പക്ഷെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സംസാരം മാത്രമായിട്ട് കൈകാര്യം ചെയ്യാണ്ട് നിൽക്കേണ്ടി വരും. മനസ്സിലാവും? അപ്പൊ നമ്മളൊന്നും പറയത്തില്ല. അവരായിട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മളെ വഴിയാ. കാരണം അവിടെ ഭവനവേതനം, വധഭീഷണി എല്ലാ സാധനങ്ങളും അവിടെ വന്ന് നമുക്ക് ഫുൾ ഫ്രീഡം കേട്ടോ. എനിവേസ് ഗൈസ്, ഇത് ബൗൺസേഴ്സിനെ വിളിച്ചിട്ട് തുപ്പിനെ തല്ലാൻ കുറച്ച് ആൾക്കാരെ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. ആരോട്? ഇവിടെ കൊച്ചിയിൽ വെച്ചാൽ എന്നെ തല്ലാൻ ആളെ കിട്ടുമെന്ന് ചോദിച്ചത്. ആ ടീം എന്നെ വിളിച്ചിട്ട് എടാ നിന്നെ തല്ലണം എന്ന് പറഞ്ഞിട്ട് 2 കളവന്മാർ കാക്കമാർ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കാം.
മനസ്സിലായ മെൽവിനാടാ പോയാ മെൽവിൻ അറിയുന്ന ടീമോ മെൽവിൻ? ഞാൻ ഇത് അറിയുന്നില്ല, ഞാൻ ഇതൊന്നും അറിയാം. എടാ നീ ആലോചിച്ച് നോക്കിയാ ഒരു സ്ഥലത്ത് വന്നിട്ട് പണിയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബൗൺസേഴ്സിനെ വിളിച്ചിട്ട് പണിയാൻ നിൽക്കോ? പണിയാൻ നിൽക്കണമെങ്കിൽ പണിയെ എടാ പണിയാനെ നമ്മൾ ആൾക്കാർ ആരെ വിളിക്കുക? പണിയാൻ വേണ്ടി ഈ ബൗൺസേഴ്സിനെ വിളിക്കുന്ന നമ്മൾ പരിപാടിക്കും മറ്റേ ഇതിന് സെക്യൂരിറ്റി ഇതിന് വേണ്ടിട്ടാണ് നമ്മൾ ബൗൺസേഴ്സിനെ വിളിക്കുക. അത്രയും ബോധം ഇതില്ലാത്ത മണ്ടന്മാരാണ് ഇത്, മനസ്സിലാ? തൊപ്പിനെ ആരായിരുന്നു നീലക്കുയില വിളിച്ചത്? ഇവര് ജാജാനല്ല ആണോ? നീലക്കുയില് ഇവര് വിളിച്ച. അപ്പൊ അത്രയും ബോധമില്ല ഇവര് ഇവിടെ കൊച്ചിയിലുള്ള ഒരു ബൗൺസർ ടീമിനെ വിളിച്ചിട്ട് തൊപ്പിനെ തല്ലാൻ കുറച്ച് ആൾക്കാരാണ്. ഈ ബൗൺസർ ടീം നേരെ എന്നെ വിളിച്ചിട്ട് എടാ നിന്നെ തല്ലണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതാണ് അവസ്ഥ, മനസ്സിലാവും? ഇതാണ് അവസ്ഥ. ഇതാ ഇവന്റെ ടീം, മെൽവിൻ അറിയുന്ന ടീമാണ്. നീലക്കുയിൽ റിപ്പോർട്ട് അടിച്ച് പോയട്ടെ അങ്ങനത്തെ ഞാൻ കാര്യം പറ്റ ഇത് അവരെ പരിപാടിയാണ്. ട്രാൻസ് പരിപാടി അവരതാണ്, മനസ്സിലാവും? ട്രാൻസ് പരിപാടി നേരിട്ടുള്ള പരിപാടി. ട്രാൻസ് പരിപാടി അവരെ പരിപാടിയാണ്, മനസ്സിലാവും? ഒരു പ്രശ്നമായിട്ട് മാറുമ്പോൾ ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ഇത് തുടങ്ങിയെന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത്. ഞാനൊരു കാര്യം പറയാം, ഓളെ വെച്ചിട്ട് എൻ്റെ പേര് ഓളെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്, മനസ്സിലായി? അല്ലാണ്ട് ഓളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ നിങ്ങളെ വിചാരിക്കരുത്. പെണ്ണിന് വേണ്ടി ഞാൻ അടിയാക്കിയൊന്നല്ല, മനസ്സിലാവും? അത് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞതാ. ഷാജാൻ സ്റ്റോറിയോ എന്തെങ്കിലും കൊര ഇട്ടിട്ടുണ്ടാവും, ഉണ്ടാ വന്നിനാ നിക്ക് ലേബില് വന്നിട്ട് ഇവനെ കൊണക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. പേടിച്ചിട്ട് ഒരു പട്ടിനെ വരെ ഇറക്കിയോ? നാണുണ്ടടാ എനിക്ക്. കോടിയടാ ധൈര്യം ഉണ്ടെങ്കിൽ കോളാക്കിട്ട് വെല്ലുവിളിച്ച ഇവന്റെ സംഭവം എന്താ അറിയോ? മോനെ ഈടാ അല്ലല്ല ഷാജാന നീ ലൈവ് ആണെന്നുണ്ട് അറിയാം. ഡോർ ഓപ്പണാ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിഴല ഇവിടെ എടപ്പള്ളി ഇവിടെ റൂം എടുത്തിട്ട് നിൽക്കുന്നത് എടപ്പള്ളി റൂം എടുത്തിട്ട് നിൽക്കുന്നത് നിഴല. എടാ ഡോർ ഓപ്പണാ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, എന്നോട് അല്ലല്ല ഇവിടെ സ്റ്റേഷനിൽ നല്ല പോലീസുകാരെല്ലാം വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കോൾ ചെയ്ത് പ്രൊവോക്ക് ചെയ്യലോ റിവെഞ്ച് എടുക്കാൻ നിൽക്കലോ ധൈര്യം ഉണ്ടെങ്കിൽ പാടാന്നുള്ള ഇത് വെല്ലുവിളികളോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇവിടെയുള്ള പിള്ളേർ പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയിലാന്ന് കേസ് വരിക. ഓക്കെ, നമ്മളൊന്നും പറയുന്നില്ല, നമ്മളിതാ ഡോർ ഓപ്പണാണ്, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഷാജാൻ വലിയ തന്തക്ക് പറഞ്ഞവനാണല്ലോ. ഇവിടെ ഡോർ ഓപ്പണാണ്, ഗേറ്റ് ഓപ്പണാ, ഡോർ ഓപ്പണാണ്. നിന്റെ സത്യം പറഞ്ഞ നിന്നെ വിളിച്ചു വരുത്തണം ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇതായിപ്പോയി, മനസ്സിലാ? ലീഗൽ സാധനങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ പറ്റാത്തോണ്ട് മാത്രം, വക്കീല് പറഞ്ഞോണ്ട് മാത്രം. ഷാജാനെ പട്ടിയെ മാറ്റണോ? നീ പറ, പട്ടിയെ മാറ്റണോ? അടുത്ത സ്റ്റോറി നീ ഇട്, പട്ടിയെ മാറ്റണോ? ഡോറും ഓപ്പൺ ആണ്, ഗേറ്റ് ഓപ്പൺ ആണ്. നീ വാ. അല്ല വരില്ല നീ പറയണ്ട. പക്ഷേ ഡോറും ഗേറ്റും ഓപ്പൺ ആണ്. അത്രേ ഉള്ളൂ. ഫിയർ ഇല്ലടാ, ആ തൊപ്പിക്ക് പേടി. വാട്ടവർ എടാ മണ്ടത്തരം കാണിച്ച് മാസം എടുക്കാൻ. എടാ മോനെ മണ്ടത്തരം കാണിച്ച് മാസം എടുക്കാൻ ഞാൻ അത്ര പൊട്ടനല്ല, മനസ്സിലാവും? അത്ര പൊട്ടനല്ല. വാട്ടവർ ഈ കാര്യത്തിലൊന്നും നല്ല കൺട്രോളാണ് എനിക്ക്, മനസ്സിലാവും? ആ നീലക്കുയിലെല്ലാം ആടുന്ന് ഇവർക്ക് ഇവിടെയുള്ള ആർക്കും ഇല്ലാത്ത കൺട്രോൾ എനിക്കുണ്ട്. എന്തെല്ലാം ചെയ്യണം, കറക്റ്റ് സമയത്ത് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ബുദ്ധി ഇതും എനിക്കുണ്ട്, മനസ്സിലാവും? അതിന്റെ കണക്കായിട്ട് ഞാൻ ചെയ്യും. ഇത് രണ്ടാൾക്കാർ വന്ന് ഫിയർന്നോട്ട് പ്രൊവോക്ക് ചെയ്തോ ഞാൻ പണ്ടോ, അത് പണ്ട്. ഓക്കെ, അത് പണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത്. ഇപ്പൊ നഷ്ടപ്പെടാൻ പലതും ഉണ്ട്. അപ്പൊ കറക്റ്റ് ആലോചിച്ച് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേസ് ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് തള്ളിച്ചത് യുവർ നെയിം പറയും. ഇവൻ വേറെ ആരെങ്കിലും കൊണ്ട് തള്ളിച്ചിട്ട് യുവർ നെയിം പറയും. ഓനെ തന്നെ വേറെ ആൾ. അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടാ. ഓനെ തന്നെ ബുദ്ധിയോനെ കിട്ടിയിട്ടുണ്ട്. ഓനെ തന്നെ വേറെ ആളെ വെച്ച് തല്ലിച്ചിട്ട് എന്റെ പേര് വരെ പറയും, മനസ്സിലാവും? കറക്റ്റ് കാര്യങ്ങൾ അതിന് കണക്കായിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലാവും? ഇത് ലീഗലി നമ്മളെ നിലയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് പോയിട്ട് ഉള്ളിൽ കിടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജാമ്യത്തിന്റെ അനുസരിച്ച് അതിന് കണക്കായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കിയിട്ട് ഇതിനെ ഇറങ്ങുന്നുള്ളൂ, മനസ്സിലാവും? അജാൻ എന്താ ബുദ്ധിയല്ല. നീ ആലോചിച്ച കറക്റ്റ് ലൈവിന്റെ ടൈം അവന്റെ സ്റ്റോറി വ്യൂസ് കൂടാൻ അക്കൗണ്ടില് പ്രൊഫൈൽ ആക്ടിവിറ്റി കൂടാൻ പറ്റും. ഇവൻ എന്തൊരു പിച്ചക്കാരനാണ് ഇവൻ. ഫെയിമിന്റെ പിച്ചക്കാരാണ്. ഫെയിം അതായത് പൈസക്ക് വേണ്ടി പിച്ചെടുക്കാൻ വരില്ലേ, അതിന് പകരം ഫെയിമിന് പിച്ചെടുക്കാൻ വരുന്ന ടീമാണ് കാര്യം. ഫെയിം ഇതാക്കാൻ വേണ്ടി പണ്ടെല്ലാം പൈസക്ക് ആൾക്കാർ പിച്ചക്ക് പുറത്ത് വരും. ഇത് ഫെയിമിന് വേണ്ടി പിച്ചക്ക് പുറത്തു വന്ന ഒരു പട്ടിയായിട്ടാണ് പറയാ അതിനെ കാണുന്നത്. കാര്യം അതാ കാര്യം. പിന്നെ നമ്മളെ ബ്രൗണിക്കും കൂടെ നടക്കുകയാണ്.
ഷാജാൻ സ്റ്റോറി ഇല്ല സ്റ്റോറി ഒന്നും നോക്കുന്ന കാര്യമില്ല. വരുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ, അല്ലാണ്ട് അല്ലല്ല അത്രക്ക് വലിയ ലൊട്ടയാണ് ഇങ്ങോട്ട് വരട്ടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഇതാക്കുന്നില്ല, മനസ്സിലായി? ആ ഇവര് മലപ്പുറവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, തന്തയില്ലാത്തവന്മാരെന്ന് കാര്യം. മലപ്പുറത്ത് തന്നെ ആരൊക്കെ മലപ്പുറത്തെ ടീം തന്നെ വന്നിട്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, തെറിയാൻ പറയുന്നില്ല. ആ ലൊട്ടനെ കിട്ടിയാ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന മലപ്പുറത്താറുണ്ട്. തിരിച്ചെങ്ങനെ മലപ്പുറത്ത് പോകുന്നു? എനിക്ക് തോന്നുന്നു ചിലപ്പോ പോകാൻ പറ്റാത്തോണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്. അവിടെ പോയി അവിടെ അതായിരിക്കും. പിന്നെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഇവന് റീച്ചാണ്, മനസ്സിലായി? ഇവന് റീച്ചിന് വേണ്ടി ഇത് തന്നെയല്ലേ ഇവൻ നേരത്തെ പറഞ്ഞത്. CCTV എന്തിനു കാണിക്കണം? നിന്നെ ബോധിപ്പിക്കാനാ ഇവ റൂമിൽ തന്നെ. അതായത് ഷാജാൻ ഖാന്റെ ആഗ്രഹം എന്താ പറയുക? വീഡിയോ കോൾ ആക്കണം പോലെ. അതായത് ഇൻസ്റ്റ ഓർത്തും വീഡിയോ കോൾ ആക്കിയിട്ട് ഇയാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യും, ഇയാൾ നമ്മൾ വെല്ലുവിളിക്കും, ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ തല്ല് കൊള്ളാൻ വേണ്ടി വരുന്നത്, മനസ്സിലായി? ഇയാൾ തല്ല് കൊള്ളാൻ വേണ്ടി വരുന്നത്. ഇയാൾക്ക് തല്ല് കൊള്ളണം, ലൈവിൽ കയറണം, തല്ലണം. കാരണം ഇയാളെ നമ്മൾ തല്ലിയാലും ഇയാൾക്ക് തന്നെയാണ് റീച്ച്, മനസ്സിലാവും? ഇത് തന്നെയാണ് ആഗ്രഹം, മനസ്സിലാവും? നമ്മള് വെല്ലുവിളിക്കാണ്ട് എടപ്പള്ളിന്ന് വരാപ്പുഴ വരെ 50 കിലോമീറ്റർ ഒന്നും 5 കിലോമീറ്റർ ഉള്ളു. 5 കിലോമീറ്റർ എനിക്കോട് റൂമിൽ പൂട്ടിയിട്ടേക്ക് പൈസ കൊടുക്കാത്ത. എന്താ പാലാരിവട്ടത്താ കർലു? എടാ വീഡിയോ കോൾ കോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം കോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ല. എന്നെ കൊണ്ട് റിപ്പീറ്റ് അടുപ്പിക്കരുത്. ഓരോ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് റിപ്പീറ്റ് അടുപ്പിക്കരുത് എന്നോട്. ഞാൻ കാര്യം പറഞ്ഞില്ല. നമുക്ക് നോർമൽ സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവൻ ഈ ലൈവ് തീരുന്ന ഒരു സമയമുണ്ട്, അതിനിടയ്ക്ക് കയറി വരാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്, കാണിക്കട്ടെ, അത്രേ ഉള്ളൂ, മനസ്സിലാവും? അങ്ങനെ വരുമെന്നാണ് പറയുകയും ചെയ്തത്.